സോ ഹേ ഗായ്സ്, കാന്താര 2ന്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. കാന്താര അറിയാലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ വലിയൊരു ഹിറ്റായിരുന്നു. ഞാൻ ആ പടം എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ലായിരുന്നു ആ പടം ഇത്രയും വലിയ ബിഗ് ആണെന്ന്. സിനിമ ഞാൻ ടി വിയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ കാന്താര 2 വന്നിരിക്കുകയാണ്. എനിക്കതൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് അതൊരു പടം കാണാൻ വേണ്ടി. സോ അതിൻ്റെ ട്രെയിലർ ഇന്നാണ് റിലീസായിരിക്കുന്നത്. ഏതാണ്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ്, 12:30 ആയപ്പോഴാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. ഒരു മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമയാണ്. കുറേ ലാംഗ്വേജസിലാണ് അതിൻ്റെ ഫിലിംസ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ കാന്താരയുടെ മലയാളം ട്രെയിലറാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇതൊരു പ്രീക്വൽ ആണെന്നാണ് പറയുന്നത്. കാന്താരയ്ക്കും മുന്നേ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ ഫിലിമിൽ കാണിക്കുന്നത് തന്നെ. നമുക്ക് ട്രെയിലറിലേക്ക് നമുക്ക് കിടക്കാം. അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാ മായയായത്? ഇവിടുന്ന് എല്ലാത്തിന്റെ തുടക്കം. പൂർവീകർ ജീവിച്ചത് ഇവിടെയാ. അതൊരു വലിയ ചരിത്ര സംഭവം. ഋഷഭ് ഷെട്ടി ദൈവാംശമുള്ള കല്ലായിരിക്കും. എപ്പോഴൊക്കെ മനുഷ്യൻ അധർമ്മം ചെയ്യുന്നു, അപ്പോഴൊക്കെ ധർമ്മം സംരക്ഷിക്കാൻ ഈശ്വരൻ ഭൂതഗണങ്ങളെ അയക്കും. ആ ഗണങ്ങളെല്ലാം കുടിയിരുന്നതോ ഈ പുണ്യഭൂമിയിലും. ആ പുണ്യഭൂമി ഏതാ? എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ആ കാണുന്നതാണ് കാന്താര. ഒരിക്കലും പോകരുത് മക്കളെ. എന്താ ചിരിക്കും? അവിടെ ബ്രഹ്മരക്ഷസുണ്ട്. നശിച്ചകാട്ടിനോട് കൊണ്ടുപോലടാ, എല്ലാം വെറും കഥകളാ. ഇനി മുതൽ പിന്നെ ഭൂതപത്തൊക്കെ കാന്താരയിലുള്ള ഒരു നമ്മുടെ തുറമുഖത്ത് കച്ചവടത്തിരിക്കുന്നു. ബാങ്കറിയിലേക്ക് നിങ്ങളേക്ക് ആരാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഓ, ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ? അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വന്നൂടെ? മലയാളം ടൈപ്പിൽ കുഴപ്പമില്ല കേട്ടോ. അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. ഇതെല്ലാം നിന്റെ ആൾക്കാർ അറിഞ്ഞ നീ ഞങ്ങളുടെ ഒപ്പം വരേണ്ടി വരും. നമ്മുടെ യുവറാണിയുടെ കൂടെ എല്ലാവരുടെ സിംഹാസനത്തിലിരിക്കുന്നത് നമുക്കുണ്ടായ കളങ്കത്തിന്റെ കാന്താരയിലുള്ളവരുടെ രക്തം കൊണ്ട് പകരം ചോദിച്ചിരിക്കുന്നു. ഓ, ഋഷഭ് ഷെട്ടി നല്ലൊരു മേക്ക് ഓവറാണ് കേട്ടോ. ഫസ്റ്റ് മൂവിയിൽ കണ്ട പോലെയല്ല. ഓ, തിയേറ്ററിൽ പോയി കണ്ടിരിക്കുന്നുണ്ട്. ആ സൗണ്ട് ഉണ്ടല്ലോ, നമ്മളെ വല്ലാണ്ട് ഹോൾഡ് ചെയ്യും. ചെയ്യാൻ പറ്റാത്. ഈശ്വരൻ ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നോന്ന് മാത്രമല്ല, കുടിയേക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും ഉണ്ടോ? സൗണ്ട് നോക്ക്. 2nd October, ഋഷഭ് ഷെട്ടി. ഈ സിനിമ എന്തായാലും ഞാൻ പോയി കാണും തിയേറ്ററിൽ. അതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും. എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ആസ് എക്സ്പെക്റ്റഡ് നല്ലൊരു പടമായിരിക്കണം. എന്തായാലും ഈ പടം ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടിരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ എന്തായാലും ഞാനൊരു റിവ്യൂ തരുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.